ഓം ശാന്തി. മാവേലിക്കരയിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് സിസ്റ്റർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ മാസം 12, 13 തീയതികളിൽ മറക്കാതെ നോട്ട് ചെയ്യണം. 12, 13 തീയതികളിൽ വെച്ച് ബ്രഹ്മകുമാരീസിൻ്റെ മാവേലിക്കര ബ്രാഞ്ച് ആയിരിക്കുന്ന ശിവധ്യാന ഭവനിൽ വെച്ച് മഹാശിവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്. ശിവനും ഞാനും എന്നതായിരിക്കുന്ന മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പരിപാടിയുടെ ആ മുറിയിൽ കടന്നുകൊണ്ട് ശിവനെ അനുഭൂതി ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരവസരം നിങ്ങൾക്കൊരുക്കുന്ന വലിയൊരു പരിപാടിയാണ് ഈ മഹാശിവരാത്രി ആഘോഷങ്ങൾ. 1936 ഒന്നാമത്തെ ശിവജയന്തി ആഘോഷിച്ച ഈശ്വരീയ വിശ്വവിദ്യാലയം ഇന്ന് 90 എന്നതായിരിക്കുന്ന മാന്ത്രിക നമ്പറിൽ സ്പർശിച്ചിരിക്കുകയാണ്. 9 എന്ന നിറവിൻ്റെ സംഖ്യയെക്കുറിച്ച്, ഗുരുവിൻ്റെ നമ്പറെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് സദ്ഗുരുവായിരിക്കുന്ന പരമാത്മ ഈ സൃഷ്ടിയിൽ അവതരിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യം പൂർത്തീകരിച്ചുകൊണ്ട് 90 വർഷങ്ങൾ എഗെയിൻ 9 എന്നതായിരിക്കുന്ന മാന്ത്രിക നമ്പറിൽ സ്പർശിച്ചിരിക്കുന്ന നിമിഷം. നാസയുടെ കുറച്ചെല്ലാം പഠനത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിരുന്നു. 100 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ആ മഹാൻ വിഭൂതിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ ഈ ഭൂമിയിലെ സ്പർശനം അഥവാ അത്യപൂർവമായിരിക്കുന്ന മഹാശിവരാത്രിയുടെ ഊർജം ഈ ഭൂമിയിൽ മുഴുവൻ പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സുന്ദരമായ സമയത്ത് ആ മഹാൻ ശക്തിയുടെ ഊർജം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ കാശി വിശ്വനാഥൻ്റെ ദർശനം കൂടി, ആ ജ്യോതിർലിംഗ ദർശനം കൂടി നിങ്ങൾക്ക് ആ സെൻറ്ററിൽ വന്നാൽ അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല അതിൻ്റെ ഒപ്പത്തിനൊപ്പം രാഷ്ട്രീയ, ആധ്യാത്മിക, കലാ, സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ആ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ധ്യാന അനുഭൂതിയുണ്ട്, കലാപരിപാടിയുണ്ട്, അങ്ങനെ പലവിധ പരിപാടികളോടുകൂടി അന്നത്തെ പരിപാടി അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും തീർച്ചയായിട്ടും വരണം. ഫെബ്രുവരി 12, 13 ദിവസങ്ങളിൽ ശിവധ്യാന ഭവനിൽ വെച്ച് നടക്കുന്ന ഈ മഹാശിവരാത്രി ആഘോഷങ്ങളിലും കാശി വിശ്വനാഥൻ്റെ ദർശനത്തിലും കലാപരിപാടികളിലും ധ്യാനത്തിൻ്റെ അനുഭൂതിയിലുമെല്ലാം നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കണം. നിങ്ങൾക്കേവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ഓം ശാന്തി.